നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തൊട്ട് നമ്മുടെ ഗ്രാമത്തിലെയോ പട്ടണത്തിലെയോ ഒരു ലോക്കൽ ബാങ്ക് അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരെ നടക്കുന്നുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനോ പഞ്ചായത്ത് ഇലക്ഷനോ ഒക്കെ ആണെങ്കിൽ ഒരാൾ ജയിക്കും, മറ്റുള്ളവരൊക്കെ തോൽക്കും. ബോർഡിലേക്കുള്ള സെലക്ഷൻ ആകുമ്പോൾ കൂടുതൽ പേര് ജയിക്കും. എന്തായാലും തോൽക്കുന്നവരൊക്കെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു ചർച്ച നടത്തും. എന്താണ് ചർച്ച? തോൽക്കാനുണ്ടായ കാരണം എന്താണ്? മിക്കവാറും കണ്ടെത്തുക വോട്ട് ചോർച്ച ഉണ്ടായി, ഇന്ന മേഖലയിൽ വോട്ട് ചോർച്ച ഉണ്ടായി, അതായിരിക്കും കാരണം കണ്ടെത്തുക. അപ്പോൾ പരാജയത്തിൻ്റെ ഒരു കാരണം ചോർച്ചയാണ്. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ചോർച്ച തടയണം. ഇതാണ് എൻ്റെ ഇന്നത്തെ പ്രമേയം. ജീവിതത്തിൽ നമുക്ക് വിജയം കാണണമെങ്കിൽ ചോർച്ചകൾ എന്തൊക്കെയുണ്ടോ അത് കണ്ടെത്തി തടയണം. പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും എന്തൊക്കെയാണ് ചോർച്ചകൾ എന്നൊക്കെ. അത് കണ്ടെത്തണം. ഇത് എല്ലാവർക്കും ബാധകമാണ്. ഒരു വിദ്യാർത്ഥിക്ക്, ഒരു അധ്യാപകന്, ഒരു കച്ചവടക്കാരന്, അങ്ങനെ എല്ലാ മേഖലയിലും ഈ ചോർച്ച എന്താണ് എന്ന് കണ്ടെത്തി അത് തടയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇത് നിസ്സാര കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചോർച്ച അത്ര കാര്യമില്ലല്ലോ എന്ന്. ഈയിടെ ഹോസ്റ്റലിലുണ്ടായ ഒരു അനുഭവം. ഒരു ദിവസം രാവിലെ എനിക്ക് റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് 10 മണിക്കുള്ള പാല് കുട്ടികൾക്ക് കുടിക്കാൻ കിട്ടിയില്ല. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് 7:30 മണിക്കാണ് രാത്രി ഭക്ഷണം, 8 മണിയാകുമ്പോഴേക്കും കഴിയും. ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പാല് അത് ചൂടാറാത്ത ഒരു കെറ്റിലിൽ കിച്ചൺ വർക്കേഴ്സ് കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ അവരുടെ പണി കഴിഞ്ഞു. ഒരു ദിവസം ആരോ ഒരാൾ, ഏതാണ്ട് ഒരു ആളാരെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അന്വേഷിച്ചപ്പോൾ. അയാൾ ഭക്ഷണം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ രണ്ടാമതിന് പാലെടുക്കാൻ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു കപ്പ് പാലെടുത്ത് പോയി. അപ്പോൾ അയാൾ അടച്ചപ്പോൾ നന്നായി മുറുക്കി അടച്ചില്ല. ഓരോ തുള്ളി ഇങ്ങനെ ഫാസ്റ്റായിട്ട് വീണുകൊണ്ടിരുന്നു. അയാളോട്ട് ശ്രദ്ധിച്ചുമില്ല. അങ്ങനെ ഇറ്റ് വീഴുന്ന ഇത് വെള്ളമായാലും പാലായാലും ശേഖരിക്കാനായിട്ട് ഒരു ബക്കറ്റ് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മണിക്ക് ബ്രേക്ക് ടൈമുണ്ട്. അപ്പോഴാണ് കുട്ടികൾ പാല് കുടിക്കുക. അതിനു വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ക്യാനിൽ പാലില്ല. പാല് മുഴുവൻ താഴെ ഇരിക്കുന്ന ബക്കറ്റിലാണ്. ചെറിയൊരു കാര്യമാണെന്ന് നമുക്ക് തോന്നും. ആദ്യം 8 മണിക്ക് പാലെടുത്ത ആ കുട്ടി അയാൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഇറ്റിറ്റ് വീഴുന്നത് അയാൾ അറിഞ്ഞില്ല. വേറെ ആരും ശ്രദ്ധിക്കുകയുണ്ടായില്ല. കാരണം അത് വെച്ചിരിക്കുന്നത് സ്റ്റഡി റൂമിൽ നിന്നൊക്കെ മാറി ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ്. അവിടെ കുട്ടികൾ പാലെടുക്കാൻ വരുമ്പോൾ പഠിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാകരുതെന്ന് വിചാരിച്ച് മാറ്റിയേ വെച്ചത്. ആരും കണ്ടില്ല. അത് നമ്മൾ ചോർച്ച കാണാതെ പോയാൽ നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചോർച്ചകളുണ്ടോ ഇല്ലയോ എന്നാണ്. മിക്കവാറും എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ചോർച്ചയൊക്കെ ഉണ്ടാവും. അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഏറ്റവും സാധ്യതയുള്ള ഒരു ചോർച്ച സമയത്തിൻ്റെ ചോർച്ചയാണ്. എങ്ങനെയാണ് സമയം ചോർന്നു പോകുന്നത്? പ്രധാനമായും ലൂസ് സ്റ്റോക്കിലൂടെയാണ് സമയം ചോർന്നു പോകുന്നത്. അനാവശ്യമായ വർത്തമാനം. 2 കുട്ടികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്
അതൊരു ബ്രേക്ക് ടൈമാണെന്ന് വിചാരിച്ചോളൂ. സ്റ്റഡി ടൈമിൽ ആരും സംസാരിക്കാറില്ല. അപ്പോൾ ബ്രേക്ക് ടൈമിൽ 2 പേര് നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഒരാൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോവുകയാണ്. ആ പോകുമ്പോൾ ഈ പോകുന്ന ആളെന്താ ഒന്ന് ശ്രദ്ധിക്കും, അവനെന്താ പറയുന്നതെന്ന്. ഒരു കാര്യവുമില്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചു. വളരെ അർജൻറ്റായിട്ടൊരു കാര്യത്തിന് പോകുകയാണെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ താല്പര്യമുള്ളൊരു കാര്യമാണെന്ന് കണ്ടാൽ അവിടെ നിന്നു, അത് മുഴുവൻ കേട്ടു, തനിക്ക് ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് സമയം ചോർന്നു പോകും. അദ്ദേഹം പോയ കാര്യം എന്താണോ അത് താമസിക്കും. അപ്പോൾ അനാവശ്യമായ ഇടപെടലുകളിലൂടെ നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു, ലൂസ് ടോക്ക്. രണ്ടാമത്തേത് അമിതമായ ഉറക്കമാണ്. ആവശ്യത്തിലധികം ഉറങ്ങുന്നത് തെറ്റാണെന്ന് മാത്രമല്ല ഞാൻ പറയാം. ഐ വിൽ ഗോ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് സേയിങ് ദാറ്റ് ഇറ്റ് ഈസ് എ സിൻ. എൻ്റെ സിന്നിന് ഞാൻ കൊടുക്കുന്ന ഉദാഹരണം, ഡെഫിനേഷൻ ഇതാണ്: നമ്മുടെ വളർച്ചയ്ക്ക് എതിരായി നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ പാപമാണ്. അതുകൊണ്ട് അത് പാപമാണെന്ന് പോലും ഞാൻ പറയും. അങ്ങനെ ആ വ്യക്തി തൻ്റെ സമയം നഷ്ടപ്പെടുത്തുന്നത് ഓവർ ടോക്കറ്റീവ്നെസ് കൊണ്ടാണ്. പിന്നെ അതൊരു ശീലമായി മാറും. ഒരു കാരണം. രണ്ടാമത്തേത് ഓവർ സ്ലീപ്പിംഗ്, ഉറക്കം, കൂടുതൽ ഉറങ്ങുന്നത്. മൂന്നാമത്തേത് നമ്മൾ ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേണ്ടത്ര പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആരോഗ്യം കുറേശ്ശെ ഇങ്ങനെ ചോർന്ന് പോവും. ഏതൊക്കെ മാർഗത്തിലൂടെയാണ് ആരോഗ്യം ചോർന്നു പോകുന്നത്? ഒന്ന്, ഓവർ ഈറ്റിംഗ്, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യം കുറഞ്ഞു വരും. ആവശ്യത്തിനേ കഴിക്കാവൂ. അതിൽ കൂടുതൽ കഴിച്ചാൽ കുറേശ്ശെ രോഗഗ്രസ്തരായി മാറും. ഇപ്പോൾ ഡയബറ്റീസ് തന്നെ നേരത്തെ ഏർലി ഓൺസെറ്റ് ഓഫ് ഡയബറ്റീസ്, അത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താനായിട്ട് ഇടയാക്കും. ഡോക്ടറെ കാണാൻ പോകണം, മരുന്ന് കഴിക്കണം, അത് കഴിഞ്ഞാൽ കുത്തിവെക്കണം, അങ്ങനെ ഒരുപാട് സമയനഷ്ടം അതിലൂടെ ഉണ്ടാവും. അപ്പോൾ ആരോഗ്യം ഒരു വലിയ ഘടകമാണ്. ചിലർ സ്മോക്ക് ചെയ്യുന്നവരുണ്ട്. സ്മോക്ക് ചെയ്യുന്ന സമയം നഷ്ടപ്പെട്ടു പോയി. ഇനി അതിൽ കൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ വഴി ജീവിതത്തിൻ്റെ ദൈർഘ്യം പോലും കുറഞ്ഞു പോകും. ഒരു ദിവസത്തിൻ്റെ ഉപയോഗപ്രദമായ സമയം കുറയുന്നത് മാത്രമല്ല, അയാളുടെ ജീവിത ദൈർഘ്യം പോലും കുറയും. സെവറൽ ഇയേഴ്സ്, 10 കൊല്ലോ 15 കൊല്ലോ ഒക്കെ സിഗരറ്റ് വലിച്ചൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊല്ലങ്ങൾ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടാവും. മദ്യപാനം അതുപോലെ. മദ്യപാനം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്ന്, മദ്യപിക്കാനായിട്ട് പോകുന്ന സമയം ഷാപ്പിലേക്ക് പോകുന്നു, അവിടെ സെറ്റ് കൂടുന്നു, തിരിച്ചു വരുന്നു, ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാവുന്നു. ഇങ്ങനെയൊക്കെ നോക്കൂ. ഒരു പക്ഷേ നിങ്ങൾ പറയും വീട്ടിലിരുന്നാണ് മദ്യപിക്കുന്നതെന്ന്. അത് അതിനേക്കാളും വലിയ അപകടമാണ്. വീട്ടിലിരുന്ന് മദ്യപിക്കാൻ ഇടയാകുന്നൊരു വ്യക്തി എപ്പോഴേക്കാണ് മദ്യപിക്കുക എന്ന് പറയാൻ പറ്റുമല്ലോ. സന്തോഷം തോന്നി പോയി മദ്യപിച്ചു, ദുഃഖം തോന്നി അപ്പോഴും മദ്യപിച്ചു. ആരോഗ്യത്തിന് ഏറെ ഹാനികരമായ ഒന്നാണ് മദ്യപാനം. അതുപോലെ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട് ഇപ്പോൾ അവൈലബിളായിട്ട്. അതിലൂടെയൊക്കെ ഒരുപാട് സമയം നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടുന്നു, അതിലൂടെ സമയം നഷ്ടപ്പെടുന്നു. പൊട്ട പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ, പൊട്ട സിനിമ കാണുന്നതിലൂടെ, നെറ്റിൽ കയറി അനാവശ്യമായ കാര്യങ്ങൾ നോക്കുന്നതിലൂടെ, ഫേസ്ബുക്കിൽ അനാവശ്യമായ കാര്യങ്ങൾ കുറിക്കുന്നതിലൂടെ, അത് ഫോളോ ചെയ്യുന്ന അനാവശ്യമായത്. ഇപ്പോൾ ഒരുപാട് ഇലക്ട്രോണിക് മാധ്യമങ്ങളുണ്ടല്ലോ, അതിലൊക്കെ കയറി പ്രവർത്തിക്കുന്നത്
വലിയൊരു സ്ഥാനം കിട്ടുന്നത് പോലെയാണ് പലരും കരുതുന്നത്. ഒരു പക്ഷേ അവൻ്റെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പോലും അയാൾ നിർവഹിച്ചിട്ടുണ്ടാവില്ല. ഒരു വിദ്യാർത്ഥിയാണ് അനാവശ്യമായ പുസ്തകങ്ങൾ വായിക്കുന്നതും ഇതുപോലെ നമ്മുടെ സമയം ചോർന്നു പോകുന്നതിന് ഇടയാക്കും. അനാവശ്യമായ പുസ്തകങ്ങൾ, കളികൾ ആവശ്യമാണ്, ഒരു സംശയമില്ല. പക്ഷെ അമിതമായി കളിക്കുന്നത് ശരീരത്തിന് ക്ഷീണം ഉണ്ടാക്കും, വേഗം ഉറക്കം വരും. ഇങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട്, ടുഡേ യു ഓവർ സ്ലീപ്പ്, ടുമോറോ യു വീപ്പ്. കൂടുതൽ ഉറങ്ങിപ്പോയി, ശരീരത്തിന് ക്ഷീണം വന്നു, ചെന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ, ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് പഠിക്കണമെന്ന് വിശ്രമിച്ച് എഴുന്നേറ്റ് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ നേരം വെളുത്തിട്ട് ബോധം വന്നത്. അയാൾ വെർച്വലായിട്ട് കരയുണ്ടാവും, ഇന്നലെ ഒന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കും അയാൾ. അപ്പോൾ ആ ചൊല്ല് വളരെ അന്വർത്ഥമാണ്. ടുഡേ യു ഓവർ സ്ലീപ്പ്, ടുമോറോ യു വീപ്പ്. അപ്പോൾ എത്രയോ വഴികളാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നതിന് നമ്മൾ കാണുന്നത്. നമ്മളറിയാതെ ചോർന്നു പോകുന്നതാണ്. അങ്ങനെ ഒരു കൊല്ലമൊക്കെ എടുത്ത് നോക്കുമ്പോൾ എത്ര ദിവസങ്ങൾ ചോർന്നു പോയിട്ടുണ്ടാവും എന്നറിയാമോ? രണ്ടാമത് ഒന്ന് ചോർന്നു പോകുന്നത് മനുഷ്യബന്ധങ്ങളാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, പലപ്പോഴും വളരെ അടുത്ത സ്നേഹിതന്മാരായിരുന്നവർ കുറച്ച് കാലം കഴിയുമ്പോൾ ബദ്ധവൈരികളായിട്ട് തന്നെ മാറും. എന്താ കാരണം? ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ, എന്തെങ്കിലും ഒരു കമൻറ്റ് നമ്മൾ അയാളെപ്പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ന് അയാൾ ആരോ പറഞ്ഞ് കേട്ടു, ഇതൊക്കെ മതി ആ ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാവാൻ, ബന്ധം ചോർന്നു പോകും. ആ ഊഷ്മളത, ബന്ധത്തിൻ്റെ ഊഷ്മളത ചോർന്നു പോവുകയാണ്. ആദ്യം അതാ ഉണ്ടാവുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറയും. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഒരാളോട് തോന്നിയാൽ ആ ആളെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും, കണ്ടാലും മിണ്ടില്ല. അങ്ങനെ ആ ബന്ധം ശിഥിലമാകാൻ ഇടവരും. പരാജയമാണത്. അപ്പോൾ അവിടെ ചോർന്നു പോയത് ബന്ധത്തിലെ ഊഷ്മളതയാണ്. അത് ചോർന്നു പോകാതെ സൂക്ഷിക്കണം എപ്പോഴും. നല്ലത് മാത്രമേ മറ്റേ വ്യക്തിയെക്കുറിച്ച് പറയാൻ പാടുള്ളൂ. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും കേട്ടാൽ ആ ആൾ മാത്രമായിരിക്കുമ്പോൾ, വിശുദ്ധ ബൈബിളിൽ കൃത്യമായിട്ടത് പറയുന്നുണ്ട്, ആ വ്യക്തി മാത്രമായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചെന്ന് സമയമൊക്കെ നോക്കി ഒരു അനുവാദമൊക്കെ ചോദിച്ചു, ഞാനിങ്ങനെ ഒരു കാര്യം കേൾക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ, നിനക്ക് വിഷമാവുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വേണം. ഞാൻ നിൻ്റെ നന്മയെക്കുറിച്ചാണ് എൻ്റെ ചിന്ത, അങ്ങനെ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ബന്ധം സുദൃഢമാകും. ചിലപ്പോൾ ആ കേട്ടത് ശരിയാവും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ബന്ധം ശരിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അയാളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബന്ധം ദൃഢതരമായിട്ടിരിക്കും. ചങ്ങാതിമാർ പിണങ്ങുന്നത് വലിയ അപകടമാണ്, വളരെ അപകടകരമാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ചങ്ങാതി കുത്തിയാൽ പണ്ടത്തിൽ നിന്നാണ് പഴഞ്ചൊല്ല്. ചങ്ങാതിമാരകന്നു പോയാൽ അവർ തമ്മിൽ പിന്നെ ഭയങ്കര ശത്രുതയായിരിക്കും. ഓരോരുത്തർക്കും ഓരോരുത്തരെ അറിയാം. അതുകൊണ്ട് അവർ ഏൽപ്പിക്കുന്ന മുറിവുകൾ മർമ്മത്തിലായിരിക്കും. ഓരോരുത്തരും പരസ്പരം ഏൽപ്പിക്കുന്ന മുറിവുകൾ മർമ്മത്തിലായിരിക്കും. അതുകൊണ്ടാണ് ചങ്ങാതി കുത്തിയാൽ പണ്ടത്തിൽ കുത്തുമെന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടാതെ നോക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അത് പലപ്പോഴും ചോർന്നു പോവുകയാണ്, അറിയില്ല അത്. അങ്ങനെ അത് എന്തിലേക്കൊക്കെ ചെന്ന് പെടും? ഡൈവോഴ്സ് വരെ ആവും. നിസ്സാര കാരണങ്ങളാണ്. ആ ബന്ധം നിലനിർത്താൻ ശ്രമിക്കാതെ അതിൻ്റെ ഊഷ്മളത കുറേശ്ശെ ചോർന്നു പോകുന്നതാണ് അതിൻ്റെ കാരണം. അതുപോലെ ഒരു പ്രധാന ചോർച്ച ദൈവാനുഗ്രഹമാണ്. ദൈവം നമ്മളെപ്പോഴും
നമ്മളിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അത് റിസീവ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ നൈർമല്യം അവിടെ ഉണ്ടാവണം. നിർമ്മലമായ ഒരു ആത്മാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ആ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ പാപാവസ്ഥയിലേക്ക് പോവുകയാണ്. ചെറുതായിരിക്കാം, വലിയ മാരകപാപങ്ങളൊന്നും ആവണമെന്നില്ല. മാരകപാപങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹം നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ മാരകപാപങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ പാപങ്ങളാണ്. എങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നതിന് ചെറിയ ചെറിയ തടസ്സങ്ങൾ വരും. അതിൻ്റെ ഫലമായി നമ്മൾ ആധ്യാത്മിക മേഖലയിൽ വളർന്നു വരില്ല. ചെറിയൊരു തടസ്സം പോലും ഉണ്ടാകാത്ത വിധത്തിൽ. അപ്പോൾ പാപത്തിൻ്റെ മേഖലയിൽ നമ്മൾ നോക്കണം. ഒരു കാര്യം ചെയ്യുമ്പോഴും ഇത് എന്നിലേക്ക് വരുന്ന ദൈവാനുഗ്രഹം തടയപ്പെടാൻ ഇടയാക്കുമോ ഇല്ലയോ, അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കണം. ഉണ്ടെന്ന് തോന്നിയാൽ നമ്മളത് ചെയ്യാൻ പാടില്ല. ഈ ചോർച്ചയെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടെങ്കിൽ നമ്മളത് നോക്കും. പലപ്പോഴും അങ്ങനെയല്ല, ഇതൊന്നും സാരമില്ല എന്നുള്ള മട്ടിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മളറിയാതെ ദൈവാനുഗ്രഹം വഴിമാറിപ്പോകും. നമ്മളിലേക്ക് പ്രവേശിക്കാതെ അത് വഴിമാറിപ്പോകാൻ ഇടയാകും. ഞാനൊരു കഥ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഒരു വ്യക്തിക്ക് ഒരു കുടത്തിൽ ഒരു ചോർച്ച, ഒരു ചെറിയ ദ്വാരമുള്ളതായിട്ട് കണ്ടു. അയാൾക്ക് ആദ്യത്തെ അനുഭവമാണ്. വെള്ളം നിറച്ചാൽ കുറച്ച് അറിയില്ല, ചെറിയ ദ്വാരമാണ്. അപ്പോൾ ചെറിയ ദ്വാരമാണ്, ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേ 2 മണിക്കൂർ 4 മണിക്കൂർ അല്ലെങ്കിൽ കാലത്ത് ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് വെച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ഒഴുകി അവിടെയൊക്കെ പോയിട്ടുണ്ടാവും, കുടം കാലിയുമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആരോട് പരിചയമുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറയും എന്തെങ്കിലും ഒരു പപ്പടം ഒക്കെ ഒട്ടിച്ച് വെച്ചാലും മതി, നമ്മൾ കുഴച്ച് അല്ലെങ്കിൽ മാവ് കുഴച്ച് വെച്ചാൽ മതി, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഓരോ മാർഗങ്ങൾ. കുറച്ചും കൂടി വലിയ ഒരു ദ്വാരമാണെങ്കിലോ അത് തുണി കൊണ്ട് ഒരു തുരുക്കിടും. തുരുക്കെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. അപ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്നത് കുറയും, പക്ഷേ ഇറ്റിറ്റ് വീഴും. അതൊരു മാർഗവും കൂടിയാണ് കേട്ടോ. ചില ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് ഒരു മാർഗവും കൂടിയാണ്. കുടത്തിൽ വെള്ളം വെച്ച് ഒരു ചെറിയ ദ്വാരം ഉണ്ടെങ്കിൽ അതൊരു തുരുക്കിട്ട് ലൂസായിട്ടിടും. അപ്പോൾ ആ ചെടിയുടെ കടയ്ക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ആ കുടത്തിലെ വെള്ളം കഴിയുന്നത് വരെ ഇറ്റിറ്റ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. മറ്റത് പെട്ടെന്ന് നനച്ചാൽ, ഒരുമിച്ചൊരു കുടം വെള്ളം ഒഴിച്ചാൽ അത് ഒഴുകിപ്പോകാം, താഴോട്ട് പോകാം, വേഗത്തിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാം. ഇതങ്ങനെയല്ല. കുറേശ്ശെ ചെടിക്ക് കിട്ടുന്നതിന് ഡ്രിപ്പ് ഇറിഗേഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ആദ്യ രൂപമാണത്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വളരെ വളരെ കോമൺ ആണ്. പക്ഷേ ഇതിൻ്റെ ആദ്യ രൂപമാണ് ഈ കുടത്തിൽ വെള്ളം ഒരു ഓട്ടയുണ്ടാക്കി, ഒരു ദ്വാരം ഉണ്ടാക്കി, അതിൽ തുരുക്കിട്ട് വെള്ളം നിറച്ച് വയ്ക്കുന്ന രൂപം ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ആദ്യത്തെ ഭാഗമാണ്. അവിടെ ഉദ്ദേശം ചോർന്ന് പോകണം എന്നുള്ളതാണ്. ഇവിടെ ചോർച്ച തടയുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദ്വാരമുണ്ടായിരുന്ന ഒരു കുടം കൊണ്ട് ഒരാൾ പലരുടെ അടുത്ത് ചെന്ന് എങ്ങനെയാണ് ഇത് ഒഴിവാക്കുക, ഈ ചോർച്ച ഒഴിവാക്കുക. അങ്ങനെ ഒരു വൈദികൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ആ വൈദികൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ചോർച്ച ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം കുടം കുളത്തിൽ മുക്കി വയ്ക്കുക. കുളത്തിൽ മുക്കിയപ്പോൾ നിറഞ്ഞിരിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞാലും 2 ദിവസം കഴിഞ്ഞാലും നിറഞ്ഞു തന്നെ ഇരിക്കുന്നു, ചോർച്ചയേയില്ല. അപ്പോൾ ആ വെള്ളത്തിൻ്റെ സ്രോതസ്സിൽ അത് വെച്ചപ്പോൾ ചോർച്ച തടയാനായിട്ട് സാധിച്ചു. ഇത് വളരെ അർത്ഥവത്താണ്.
നമുക്കുണ്ടാകുന്ന ചോർച്ചകൾ, അതെല്ലാം പല വിധത്തിലുള്ള ചോർച്ചകൾ, അത് തടയുന്നതിനുള്ള മാർഗം ദൈവവുമായിട്ട് ദൈവത്തിൽ ആഴ്ന്ന് ഇറങ്ങുക, ദൈവചിന്തയിൽ ആഴ്ന്ന് ഇറങ്ങുക. അത് വിശുദ്ധ ബൈബിളിൽ ഒരു ഭാഗം അങ്ങനെ പറയുന്നുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീ, അവർ 12 വർഷമായിട്ട് രക്തം ചോർന്ന് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. രക്തം ചോർന്നു പോയിരുന്നു, അതോടൊപ്പം അവളുടെ ആരോഗ്യം ചോർന്നു പോകും. ആരോഗ്യം മാത്രമല്ല, അവളുടെ പണവും ചോർന്നു, മുഴുവൻ നശിച്ചു പോയി എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവൾ ചെയ്തത് ഈ കുടം വെള്ളത്തിൽ നിമഗ്നമായി വയ്ക്കുന്നത് പോലെയാണ്. അവൾ വിശ്വാസത്തോടു കൂടി യേശുവിനെ സ്പർശിച്ചു. ആ പൂർണ്ണമായ സമർപ്പണം ഉണ്ടായപ്പോൾ അവളുടെ രക്തസ്രാവം നിലച്ചു. പൂർണ്ണമായി തമ്പുരാനിൽ ആശ്രയിക്കുന്നത് വളരെ നല്ല മാർഗങ്ങളിലൊന്നാണ്. നമ്മൾ ആഗ്രഹിക്കാത്ത പല വിധത്തിലുള്ള ചോർച്ചകൾ നമ്മളിൽ നിന്ന് പോകാനായിട്ട്. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഊർജം ചോർന്നു പോകും. ഊർജം മാത്രമൊന്നുമല്ല, നമ്മുടെ പണം ചോർന്നു പോകും, ഫ്രണ്ട്ഷിപ്പൊക്കെ ചോർന്നു പോകും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ. എത്ര പേരാണെന്നോ നിസ്സാര കാര്യത്തിന് കോടതി കയറിയിട്ട് കോടതിയിൽ മുഴുവൻ സ്വത്തും ചിലവാക്കേണ്ടി വന്നിട്ടുള്ളത്. വക്കീലന്മാർക്ക് കൊടുക്കാനായിട്ട് മുഴുവൻ സ്വത്തും ചിലവാക്കിയ കുടുംബം തന്നെ നശിച്ചു പോയ എത്ര പേരാണ്. ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായതാണ് അതിൻ്റെ പുറകിൽ. ആ ഫ്രണ്ട്ഷിപ്പ് ചോർന്നു പോയതാണ്. തുടക്കത്തിൽ ചെറിയ തോതിലൊന്ന് ഫ്രണ്ട്ഷിപ്പ് ചോർന്നു പോയതാണ്. പിന്നീട് അത് വലിയ ഗൗരവമായി മാറി. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയായാലും അധ്യാപകനായാലും, അധ്യാപകന് തുടക്കത്തിലൊക്കെ നല്ല താല്പര്യമായിരിക്കും. കുറേ കഴിയുമ്പോൾ ഒരേ സാധനം പഠിപ്പിക്കുന്നു, ഒരേ കുട്ടികളെ പഠിപ്പിക്കുന്നു, അങ്ങനെ തോന്നുമ്പോൾ താല്പര്യം കുറേശ്ശെ ചോർന്നു പോകും. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി കുറയും. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം ചോർച്ചകളാണ് ഉള്ളത്? ആ ചോർച്ചകളെ പ്രതിരോധിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? പൂർണ്ണമായി ദൈവത്തിൽ നിമഗ്നമാകുക, എല്ലാം തമ്പുരാനെ ഏൽപ്പിച്ചു കൊടുക്കുക. അവിടുന്ന് എല്ലാ ചോർച്ചകളും തടയുകയും നിങ്ങളെപ്പോഴും ഫുള്ളാക്കി നിർത്തുകയും ചെയ്യും. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.